പാർട്ടീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതൊരു ഫ്യൂഷൻ ഫുഡാണ് ചെയ്യുന്നത്. ഒരു ഇറ്റാലിയൻ കുസീനും സൗത്ത് ഇന്ത്യൻ കുസീനും മിക്സ് ചെയ്തിട്ടുള്ളൊരു പാസ്തയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചത് വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യാൻ അലൗ ചെയ്യണം. അതിനകത്തോട്ടൊരു 1 ടീസ്പൂൺ എന്തെങ്കിലും ഓയിൽ, കോക്കനട്ട് ഓയിലാണെങ്കിൽ നല്ലത്, കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യണം. ഓയിൽ ആഡ് ചെയ്യുന്നത് ഈ പാസ്ത ബോയിൽ ചെയ്യാൻ നേരം സ്റ്റിക്കി ആവാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഓയിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സോൾട്ടി ടേസ്റ്റ് പാസ്തയിലോട്ട് പിടിക്കും. ഈ വെള്ളം നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യണം. ബോയിൽ ആയി കഴിയുന്ന വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഈ പാസ്ത ആഡ് ചെയ്ത് പാസ്ത സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കണം. പാസ്ത ആഡ് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അത് അടിയിൽ, പാത്രത്തിന്റെ അടിയിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാസ്ത കുക്ക് ആവാൻ ഒരു 10 to 15 മിനിറ്റ്സ് വേണം. അപ്പം നല്ല ബോയിലിംഗ് വാട്ടറിൽ കിടന്ന പാസ്ത നന്നായിട്ട് കുക്കായി കിട്ടണം. ഈ ഓയിൽ ആഡ് ചെയ്യുന്ന ടിപ്പുണ്ടല്ലോ, നമുക്ക് നൂഡിൽസ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ട്രൈ ചെയ്യാം. കാരണം ഓയിൽ ആഡ് ചെയ്ത് തന്നെ ഈ നൂഡിൽസ് ഇങ്ങനെ നൂല് പോലെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നൂഡിൽസിന്റെ ഓരോ ആ ഫൈബേഴ്സും സ്റ്റിക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പാസ്ത ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിനി അത് സ്ട്രെയിൻ ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതിനുള്ള സോസാണ്. സാധാരണ ക്രീമോ ബട്ടറൊക്കെ വെച്ച് നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ മൂവിയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു ഫ്യൂഷൻ ചെയ്തില്ലേ, ഈ പാസ്ത എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. ഇറ്റാലിയൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പാസ്ത. ഇനി അതിലോട്ട് നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാം. ഇറ്റാലിയൻ പ്ലസ് സൗത്ത് ഇന്ത്യൻ ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കോക്കനട്ട് ഓയിലും കോക്കനട്ട് ചോപ്സും എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ഗാർലിക് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഗാർലിക് ഒന്ന് പതുക്കെ റോസ്റ്റായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചോപ്ഡ് ഓണിയൻ ആഡ് ചെയ്യാം. ഒരു മീഡിയം ഒനിയൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതി. ഏകദേശം ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ വരെയാണ് ഈ ചോപ്ഡ് ഓണിയൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓണിയനും ഗാർലിക്കും നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒനിയനൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട്, നമ്മുടെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ കരുതും ചോപ്ഡ് കോക്കനട്ട് എന്നൊക്കെ എന്താ പറയുന്നതെന്ന്. നമ്മുടെ 2-3 നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് നോൺ മലയാളീസാണ്, അവർ ഇന്ത്യൻസ് അല്ല. അപ്പം അവർ ഈ വീഡിയോ കണ്ടിട്ട് അവർ പറയുന്നത് ഒന്ന് കുറച്ച് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇംഗ്ലീഷിലൂടെ പറയുവാണെങ്കിൽ അവർക്കും എളുപ്പമുണ്ടായിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ 2 ലാംഗ്വേജിലും യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ചോപ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് പീസസ് എല്ലാം ഒന്ന് ഫ്രൈ ആവണ്ട, പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടുന്ന രീതിയിൽ. സാധാരണ ഡിഷസിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തല്ലേ ഇടുന്നത്, അതുപോലെ ആവശ്യമില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്യുക. ഫ്ലെയിം എപ്പോഴും മിനിമം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണത്. നമ്മുടെ ഗാർലിക്കും ഓണിയനും കോക്കനട്ടും എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ കോക്കനട്ട് മിൽക്ക് ബോയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഈ കോക്കനട്ട് മിൽക്ക് ഇങ്ങനെ പറ്റിച്ച് നല്ല തിക്കൊരു സോസ് പോലെ ആക്കി എടുക്കണം. ഓൾമോസ്റ്റ് റെഡിയായി വരുന്നു. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്പൈസിന് വേണ്ടി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രീൻ ചില്ലിയാണ് പ്രിഫേർഡ് എന്നുണ്ടെങ്കിൽ ചോപ്ഡ് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പാസ്ത കുക്ക് ചെയ്യാൻ നേരം കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ശകലം കൂടെ സോൾട്ട് ഈ ഒരു സോസിന് വേണ്ടി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഒരു സോസിലോട്ട് നമ്മൾ കുക്ക്ഡ് പാസ്ത ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്കിൻ്റെ സോസ് എല്ലാം ആ പാസ്തയിലോട്ട് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. സാധാരണ നമ്മൾ വൈറ്റ് സോസ് പാസ്ത എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് കൂടുതലായിട്ടും. പാസ്തേൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇതിപ്പോൾ കോക്കനട്ട് മിൽക്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് വയ്ക്കാം. ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് ഫ്രൈഡ് കോക്കനട്ട് പീസസും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടണോടെ പ്രസ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും അപ്ഡേറ്റഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.